എല്ലാവരും റെഡി അല്ലേ? എന്നാ പൊസിഷൻ റെഡി ആയിക്കോളി. ശരി, ഓൺ യുവർ മാർക്ക്. എന്താ ഈ ചങ്ങായി കാണിക്കണേ? ആരോപണ കറക്റ്റ് പറഞ്ഞു കൊടുക്കേ. സാറ്റ് വിളിച്ചിട്ട് വിസിൽ വിളിക്കും സാർ, അപ്പോഴേ ഓടണ്ടുള്ളൂ. സാറ്റ് ഒഴിവാക്കിയിട്ട് വിസിൽ വിളിച്ചാ പോരെ? ഞാൻ ഓൺ യുവർ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാം. ശരി, ലോക്കല്ലേ? എല്ലാവരും റെഡി? ഓൺ യുവർ മാർക്ക്. ഹലോ, ആ കെട്ടിയോള് വിളിക്കാൻ എപ്പൊ മൂപ്പര് ഗ്രൗണ്ടിൽ വന്നാലും കെട്ടിയോള് ഒരു 4 വട്ടം വിളിച്ച് പേടിപ്പിച്ചാളും. ചുറ്റിക്കളിയില്ല. റിട്ടയർഡ് ആയിട്ട് 8 കൊല്ലായി. ഇപ്പഴാ ചുറ്റിക്കളി. അതില് കാര്യമില്ല. അച്ഛൻ 65 വയസ്സിലാണ് വെറുതെ മനുഷ്യന്മാർക്ക് പ്രസവം സൂറൊക്കെ വരണേ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആ വെക്ക് ഞങ്ങൾക്ക് ഇവിടെ പണി ആ ചെക്കന്മാരെ ഒറ്റക്കാലിലാണ് നിൽക്കണേ. ആ പോയിക്കോളി. വരല്ലേ ഓട്ടോ വെച്ചോ. അന്നോടല്ല വരല്ലേ ഓട്ടോ ഉണ്ടാവുന്നത്. ആ ശരി. ആയിക്കോട്ടെ. വിസില് കിട്ടി രണ്ടും കൂടി ഹാലാക്ക്. ഒരു മിനിറ്റ്. എന്താണ് ഓട്ട മത്സരത്തിലാണ് ഏറ്റവും പിന്നതിൽ. അതാ മുമ്പ് മയ്യ. എന്തൊരു ഹാലാക്ക്. എവിടേക്ക് ഓർഡർ ഇനി കട്ടത്തോട് ഇങ്ങോട്ട് വായുണ്ട്. ഇങ്ങോട്ട് വാ. നിങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടാളും കുഴപ്പമില്ല. ഇങ്ങോട്ട് വായോ. ഉണ്ണി ഇങ്ങോട്ട് വായോ. ഇങ്ങോട്ട് വായോ. അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇജ്ജ് ഈ കല്ലുമുണ്ട് കൊടുത്തിട്ടൊന്നും ഈ ജാതി പരിപാടിക്ക് വരാൻ പറ്റില്ല. ഇന്നലെ ഇജ്ജ് വന്ന അന്നോട് ഞാൻ പറഞ്ഞാണ്. ഒന്നാമത്തെ ഇജ്ജ് എന്തിനാ ഈ പണിക്കിറങ്ങണേ? അനക്ക് ഒന്നാമത്തെ ഒരു ഫോറസ്റ്റിൽ ഒന്നാമത്തെ ഒരു പണിയുള്ളതല്ലേ സാർ? ആ പണി പോലല്ല, ഇത് ഫയർഫോഴ്സിന്റെ എഞ്ചിൻ ഡ്രൈവർ എന്നെല്ലാം പറഞ്ഞാല് തീ പിടിച്ചെടുത്തേക്ക് വരുമ്പോ ഒരു വരെയുണ്ട് സാർ. തീ പിടിച്ചോടത്തേക്ക് ഈ അവിടുന്ന് ഓടിയത് കണ്ട് ഈ ജാതി എന്റെ ഓട്ടോ ചെയ്യാ അവിടെ കത്തി ചാവലുണ്ടാവണല്ലോ. സാർ എന്തൊക്കെയല്ലേ നിങ്ങൾ രണ്ടാളും ഒക്കെ കുഴപ്പമില്ല. അഞ്ഞിപ്പോ അതെന്തേലും കേട്ടോ, ഇതിപ്പോ നോക്കിട്ടല്ലോ ഒരു ജോലി ഉണ്ടല്ലോ, കിട്ടിയില്ലും കുഴപ്പമില്ല. നമുക്ക് ഇനി അടുത്ത ഷോർട്ട് പുട്ടാണ്. ഇതിങ്ങനെ ഈ വിരലോണ്ടാ പിടിക്കാൻ പറഞ്ഞു. വിരലൊക്കെ ഞാൻ പറഞ്ഞു പുഷപ്പൊക്കെ എടുത്തിട്ട് വിരലൊക്കെ സ്ട്രോങ് അല്ലേ? ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് ഇറങ്ങലായി പറയരുത്. വിരലോണ്ട് ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം. അങ്ങനെയാണ് അതിന്റെ പൊസിഷൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഇവിടുന്ന് ശരിക്കും ഇങ്ങനെ പൂക്കല് വേണം അറിയാനായിട്ട്. അങ്ങനെയാണ് അറിയാന് കേട്ടോ. എന്നാ ശരി. റെഡി? കുഞ്ഞു നാളെയില്ല ഒരു സംശയമാണ്. എന്താ ഇനി എന്താ എനിക്ക് സംശയം? ഇത് കായികക്ഷമതന്റെ ഒരു ഉപകരണമാണല്ലോ ഈ സാധനം, ഷോർട്ട് പുട്ട്. അതെ, ഈ ഭക്ഷണക്ഷമതന്റെ പേരെന്തിനാണ് സാർ ഇട്ടിന് ഷോർട്ട് പുട്ടിന്? പുട്ട്. എന്റെ ഓരോ സംശയങ്ങളുണ്ടല്ലോ എന്റെ ആരോമലെ. എന്താണ് ഇത്? ഷോർട്ട് പുട്ട് അല്ലാണ്ട് തിന്നണ പുട്ടല്ല അത്. ഇപ്പൊ ഫുട്ബോൾ ഉണ്ട്, അതിന്റെ മുമ്പിൽ ഫുഡ് എന്ന് കഴിഞ്ഞിട്ടാണ് ബോള്. അപ്പൊ ഈ ഫുഡ് വെച്ചിട്ട് തിന്നോ? അതൊക്കെ എല്ലാവർക്കും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. കിട്ടി സാർ. പിന്നെ ഇപ്പൊ ഒരു അന്നത്തിന് വേണ്ടിട്ട് തന്നെയല്ലേ ഇതൊക്കെ. ഞാൻ അതിനെ ഇറങ്ങണേ. ഈ പറഞ്ഞത് നേരെ ചൊവ്വ ചെയ്താണ്. എന്നാ ശരി. വരേന്ന് അങ്ങോട്ട് കടന്നു പോവരുത്. അല്ല, അങ്ങോട്ട് നീങ്ങിന്നാണ്ട് അങ്ങോട്ട് നീങ്ങി ആ കൈക്ക് മോത്ത് കുത്തി മോന്ന് കൊള്ളു. ശരി, റെഡി? അത് അനക്ക് കുഴപ്പമില്ല കേട്ടോ. അനക്ക് ടെസ്റ്റ് കുഴപ്പമില്ല. ഈ എക്സസൈസിന്റെ ഇടയിലാണ് അമ്മേ. ആരോ നമ്പറാണ്. ഹലോ, അതെ മോന്റെ ജോലിക്കാരൊക്കെ ആയിട്ടാ. പോലീസ് എന്ന് പറഞ്ഞാ പോലീസിന്റെ ഇതാണ്, ഉടുപ്പാണ് ഇടേണ്ടത്. പക്ഷെ പോലീസല്ല. അതെ, എന്താന്നോ മറ്റേ ഇതുണ്ടല്ലോ ഈ മോനെ എന്താ അതിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ. മറ്റേ ഫയർഫോഴ്സ് പറഞ്ഞാ മതി. നമ്മുടെ തീ അണയ്ക്കാൻ വന്ന പോലീസില്ലേ? എവിടെയെങ്കിലും തീ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി പുഷ്പേച്ച് വിളിച്ചാൽ മതി, ഇന്റെ മോൻ വരും.
ആ ശരി ശരി. എന്തിനാ അമ്മ ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് ഈ ജോലി കിട്ടിയാരും പറയണത്? അമ്മ ഇനി അവിടെ പോയിട്ട് ട്രെയിനിങ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ ജോലിന്റെ കാര്യം തീരുമാനമാവുള്ളൂ. എന്റെ കസത്തിൽ നിർത്തിക്കാ, വേഗം പോയി കുളിക്കാൻ നോക്ക്. 10 മണി നമ്മളേക്ക് അവിടെ എത്തണ്ടേ? ആ ഞാൻ അച്ഛൻ ബസ് മാറി കയറിയാലേ അവിടെ എത്തുള്ളൂ. എല്ലാം കൂടെ സോപ്പ് കൂടി തരി. വേഗം കുളിക്കടാ. സോപ്പ് വെച്ച് കുളിക്കാൻ നിൽക്കണ്ട, ഒന്ന് മുങ്ങിയിട്ട് കണ്ടുവാ. ഞങ്ങളതിന് പോകുമ്പോ അവനെ പിന്നിന്ന് വിളിക്കരുതിട്ടാ. ബാഗ് എടുത്തോ, സർട്ടിഫിക്കറ്റ് എടുത്തോ ചോദിച്ചിട്ട്. പിന്നെ എന്റെ മോന്റെ കാര്യങ്ങൾ ആരാ അന്വേഷിക്കാ? എടി, ഒരു നല്ല കാര്യത്തിന് മുമ്പ് പിന്നിന്ന് വിളിക്കരുത്, അതൊക്കെ മുമ്പ് കൂട്ടി ചെയ്തു വെക്കണം എന്നായി പറയണ്. ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. കേട്ടോ ആ എന്താ പറ്റിയ 2 ദിവസമായിട്ട് വിഷമമാണല്ലോ. ഭാര്യ ഇസ്രായേലിൽ നിന്ന് പണി നിർത്തി പോന്നാണേ. അവിടെ എന്ത് പ്രശ്നം? നിങ്ങ ഈ പേപ്പറൊന്നും വായിക്കണല്ലേ? മിസൈലൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇങ്ങനെ വന്നിട്ടിരിക്കണ യുദ്ധമല്ലടോ. ഇനിയിപ്പോ നല്ലല്ലേ, പെണ്ണുങ്ങൾ വന്ന് നിങ്ങൾക്ക് പീടികയിലൊന്നും പോയി തിന്നണ്ടല്ലോ. ഇനി ആരെനിക്ക് പണി തരാനാണ്? എത്ര കാലമായി പണിക്ക് പോയിട്ടെന്ന് അറിയാമോ? ഭാര്യയുടെ ചെലവിലല്ല കഴിഞ്ഞിട്ട് എഴുന്നേച്ചത്. അപ്പൊ നിങ്ങൾക്ക് പണിക്ക് വന്ന ഇപ്പത്തെ പ്രശ്നം? ആ പിന്നല്ലാണ്ട് ഇനി പണിയെടുക്കണ്ടേ? യുദ്ധം തൊലയേട്ടാ. ഇപ്പൊ ഞാൻ അത്ര കണ്ടീഷനല്ല, പിന്നെ വിളിക്കാം. ഓഫായിനോ മുണ്ടോടക്കെ ഞാൻ വിളിക്കാം. എന്നാ വേണ്ട കേക്ക്? ഇതെന്തുണ്ടേട്ടാ കഴിക്ക്? ഇത് പറയാണ്ടിരിക്കുന്നതല്ലേടാ. അത് ഫയർഫോഴ്സിന് ഒരു കായികക്ഷമതാ പരീക്ഷയുടെ നാളാ. നിങ്ങൾക്ക് ഓൾറെഡി ഫോറസ്റ്റിൽ ജോലി ഉണ്ടല്ലോ, പിന്നെന്താ? അത് കാട്, ഇത് തീ. ചെറുപ്പത്തിലെ തീയോട് ഭയങ്കര ഇഷ്ടമായിടാ. സ്വന്തം വീടിന് തീ കൊടുത്തവനാ ഞാൻ, കെടുത്താൻ വേണ്ടിട്ട്. അന്നേരം കെടുത്താൻ പറ്റില്ല, നമ്മ പ്രായം ചെറുത്. അന്നേരം തീയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഫയർഫോഴ്സ് പറഞ്ഞാൽ നമ്മള് എൻജിൻ ഡ്രൈവറുടെ ഒന്ന് ഓടിച്ചോ ആക്കിയിട്ട് ഒരു പോക്കുണ്ട്. അതൊക്കെ എടുത്തല്, പിന്നെ ഇറങ്ങുമ്പോൾ ആൾക്കാരെല്ലാം നോക്കല്, അത് ആഗ്രഹമാണ്. ലൈഫ് ഒന്നല്ലേ, അപ്പൊ ഇഷ്ടം. നാളത്തെ ടെസ്റ്റിന് മുന്നോടിയായിട്ട് കോയ സാറിന്റെ അടുത്ത് ഞാൻ പ്രാക്ടീസിന് പോയി. ആരോമലും ഉണ്ടായിനി, ഓട്ടവും ചാട്ടെല്ലാം പാസ്സായി. അവസാനം ഈ ഉരുണ്ട സാധനം ഉണ്ടല്ലോ, ഇരുമ്പിന്റെ ഷോട്ട്പുട്ട്. ഈ ആരോമൽ എറിയുമ്പോ എന്താ വെച്ചാൽ ഓനായിരുന്നു ആദ്യം. എറിയുമ്പോ നേരെയല്ലേ കൊടുക്കേണ്ടത്. ഞാൻ ബാക്കിലുണ്ടായിനി, തിരിഞ്ഞു മറി എന്റെ ഷോൾഡർ. ഇത് ആരോ എറിഞ്ഞിട്ട് നിങ്ങളെ കഴിക്കിങ്ങനെ? ഇത് വിഷയമല്ല, ഇതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. ഇതൊക്കെ ശരിയാവും. നാളെ ടെസ്റ്റ് പാസ്സാവുമെങ്കിൽ അത് വേറെ കാര്യം. ഹലോ, ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടായിനി? അവിടെ ഇവിടെ മാറി നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ആരംഭിക്കാണ് സാറേ. ചാടാതെ നിൽക്കടാ, ചാടാതെ നിൽക്കുക. ആദ്യം ഇതിലൊന്ന് കേറാൻ നോക്ക് കേട്ടാ. ആവശ്യത്തിന് സമയം നന്നല്ലേ? കയ്യാലത്തിൽ വിളിക്കണ ചെസ്റ്റ് നമ്പർ വിളിക്കണവര് വരണം. ഓക്കെ, വിളിച്ചു. നീ ഇപ്പൊ ഇതിൽ പങ്കെടുക്കേണ്ടവനല്ലേ? പങ്കെടുക്കണ്ടോ മാത്രല്ല, ഇത് ഏറ്റവും മുമ്പിൽ നിൽക്കണ്ടവരാണ് ഞാൻ. എന്താ പറ്റിയ കണക്ക്? അത് അവരുടെ ഇരുമ്പിന്റെ സാധനം കണ്ടോ, ഷോട്ട്പുട്ട്. അവന്ന് എറിയുമ്പോ ഒന്ന് ഉളുക്കിപ്പോയി കൈ മൊത്തം. എന്നിട്ട് നീ നാട്ടുകാരോട് അതല്ലോ പറഞ്ഞിറക്കണം, എന്റെ ആരോമല എറിഞ്ഞിട്ട് എങ്ങനെ പറ്റിയെന്നല്ലേ പറഞ്ഞിറക്കണം? അടുക്കരുത്, അത് അഭിമാനം കൊണ്ടാണ്. ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയണ്ടേ? അപ്പൊ ഞാൻ ആരോമലിന്റെ പേരിട്ടു. ആരോമൽ എറിയുമ്പോ കൊണ്ടുപോകും. നീ ഇനി അവനെ ശപിക്കരുത്, അവൻ ജയിക്കാൻ പ്രാർത്ഥിക്കും. ഞാനിപ്പോ എന്തിനാ വന്നെന്നറിയോ? ആരോമൽ ജയിക്കുന്ന കാണാനാ. നേരെ ഓടി. മാറിക്ക, അവരെ എറിഞ്ഞു കൊല്ലും. മാറോ, വിളിക്ക്. മണ്ണൊന്നും പറ്റാൻ പറ്റില്ല. തുടച്ചേ, തുടക്ക് 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 തുറക്ക്. അങ്ങോട്ട് എടുക്കും.
ആ സൈസ് ഇവിടെ എടുക്കൂല മോനെ. കണ്ട അടുത്ത ആരോമന അറിയണ്ട്. ആ വിളിക്കോ 105 ആരോമൽ. വിളിച്ചോ. 101 അഭിലാഷ്. എടാ ഇങ്ങാട് തിരിഞ്ഞേക്ക്, ഇങ്ങാടെ അറിയണം. അഭ്യാസിയാണെന്ന് തോന്നുന്നു. കൊല്ലുവലി പണിയൊക്കെ കൊന്നാനേലാളാ നെഞ്ചിലിട്ട് എറിയണം ഇത്രയും സ്ഥലം ഇവിടെ കിടന്നിട്ട്. ഞാൻ വിചാരിച്ചു നല്ല മറിയുന്നേ ഏതൊക്കെ ജാതി വകന്തകളാണ് ഈ പറഞ്ഞാവോ. മറിക്ക് നീങ്ങിന്നോട്ടാ, നീങ്ങിന്നോ. ഈ ഷോർട്ട് പുട്ട് റീല് കഴിഞ്ഞൂലേ? അത് കഴിഞ്ഞു. പക്ഷെ സാധനം ഇനിയും ചെയ്യാനുണ്ട്. വേറെ എന്തായാലും ഉണ്ട്. റോപ്പ് ഉണ്ട്, മുകളിൽ കറല് പിടിക്കൽ പരിപാടിയെല്ലാം ഉണ്ട്. അതെ, എല്ലാരും റെഡിയല്ലേ? എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ കേറേണ്ടത് വന്ന് നിന്നിട്ട് പിടിച്ച് കേറി ആ റെഡ് റിബണിൽ തൊട്ടിട്ട് അതുപോലെ തന്നെ പിടിച്ച് താഴേക്ക് ഇറങ്ങണം. ഒരു കാരണവശാലും വിരലോ കാലോ യൂസ് ചെയ്യാൻ പാടില്ല. പിടിച്ച് കയറുമ്പോ കയ്യിൽ ബലം കൊടുത്തിട്ട് മാത്രമേ കേറാൻ പാടുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവര് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഒരു ചാൻസേ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും പരമാവധി ശ്രദ്ധയോടെ വൃത്തിയായിട്ട് ചെയ്യുക. അബ്ദുള്ള സാറേ വിളിച്ചോ. 165 ഗൗതം. 165 ഗൗതം. ആ ഓക്കെ അല്ലേ? ആര്? നീ അങ്ങോട്ട് ചെയ്താൽ മതി, ഇവരൊക്കെ ഓക്കെയാണ്. ഇത് മാറിക്കോ, നീ ഓക്കെ അല്ല കേട്ടാ. 135 മെൽവിൻ. അറിയാലോ, പറഞ്ഞല്ലേ. എന്താടാ? ആ അവന് ഓക്കെയാണ്, ഞങ്ങൾ ഓക്കെ അല്ലാന്നല്ലേ ചോദിക്കണ്ട, അത് ചെയ്യണം. ആ മാറിക്കോ, അങ്ങോട്ട് മാറിക്കോ. 101 അഭിലാഷ്. ദീപം കാണിക്കണം, സർക്കസിലായിരുന്നവൻ. വിരല് വെക്കല്ലേ. എടാ ഒന്ന് പിടിച്ചിറക്കിയ മതി അവന്റെ ഊഞ്ഞാലാട്ടം. മാറ്. ഇങ്ങോട്ട് പോ. വിളിക്ക്. സർക്കാരിന്റെ ശമ്പളം മേടിക്കാൻ നടക്കണ. അത് വലിച്ചു പൊട്ടിക്കാനല്ല നിന്നോട് പറഞ്ഞത്, കേറാനാണ്. സാറേ അടുത്ത് വിളിക്ക്. 104 കേട്ടോ ആരോമൽ. 105ആണത്. 105 105. അതെ, ഇങ്ങ വന്നേ. കണ്ണാണെന്നില്ലേ? അല്ല കണ്ണു കാണാനല്ല. ആദ്യത്തെ വെല്ലോം കിടന്ന് വിളിക്കരുത്, അവരുടെ ഭാവിയുടെ കാര്യമാണ്. സോറി. പേരിക്കോ മുകളിലോട്ട് പോട്ടെ.
ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് ബെഡ് ഉണ്ട്. ഒന്നും പറ്റൂല, ഇവിടെ ബെഡ് ഇട്ടിട്ടുണ്ട്. ഒന്നും പറ്റില്ല, ഒന്നും പറ്റാത്ത കാര്യം ഒന്നും പറ്റിയിട്ടില്ലാന്ന് പോ. വെറുതെ കിടന്ന് കരയണേ, പിന്നെ ബെഡ് ഇട്ടേക്കണേ എന്തിനാ? വീഴാന്നല്ലേ? വിളിക്കും. ഹലോ, ഫയർ ഓഫീസാ. പോത്ത് പുഴയില്ല. അതെ, എന്താ വെച്ചാലേ ഇവിടെ ഇപ്പോ ജലദോഷം ഇന്നലെ ഒരു അമ്പത്തി കിടത്തി വീണേ. അപ്പൊ അതിനെ രക്ഷിക്കാൻ പോയി മഴ നനഞ്ഞ് അതാ. അല്ല, അതെന്താ അറിയാമോ, ഇവിടുന്ന് ഇപ്പോ ഞങ്ങളുടെ ടീം വേറൊരു റെസ്ക്യൂവിന് പോയേക്കാ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടാം. അല്ല സാറേ, ഞങ്ങള് വന്നതേ ഇതെന്റെ മകനാണ് ആരോമല്. ഇവന്റെ കൈ ഒടിഞ്ഞത് എങ്ങനെയാണെന്ന് സാർക്ക് അറിയോ? എന്തെങ്കിലും മാനസിക പ്രശ്നം കൊണ്ട് ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മേളിലോ മരത്തിന്റെ മകളിലോ കയറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അങ്ങനെ വീട് കൈ ഒടിച്ചു. അങ്ങനെയല്ല സാറേ, സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയ ഫയർ ആൻഡ് റെസ്ക്യൂ ഇല്ലേ, അതിൽ ഫയർമാൻ പോസ്റ്റിന് വേണ്ടിയിട്ട് ഫിസിക്കൽ ടെസ്റ്റിൽ റോപ്പിൽ കയറിയതായിരുന്നു. റോപ്പിന്റെ മേലെ നിന്ന് പെട്ടെന്ന് കൈ വിട്ടിട്ട് താഴെ വിട്ടു തുടങ്ങിയ സാർ. അതിന് സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ടാണെങ്കിൽ അതൊന്നും ഇവിടെ ഇല്ല. അല്ല, സാമ്പത്തികത്തിന് വന്നല്ല സാറേ. പിന്നെ ഈ 3 മത്സരങ്ങളിലും ഇപ്പൊ ജയിച്ചു. അതെ, 3 ടെസ്റ്റിലും ഇപ്പൊ ജയിച്ചു. 4ാമത്തെ ടെസ്റ്റാണ് ഈ കയറിങ്ങനെ മുകളിലങ്ങനെ ഒരു റിബ് അങ്ങനെ ചുവന്നത് കെട്ടി ഇങ്ങനെ പിടിച്ച് കയറിയിട്ട് അതിന് തൊട്ടിട്ട് ഇറങ്ങണതാണ്. ഞാൻ തൊട്ടു സാർ, തൊട്ടു. പിന്നെ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കൈ വിട്ടിട്ട് താഴ്ത്തു. കയറിന്ന് വീടാ തന്നെ കൈ ഒടിയണമെന്നില്ല. 2 ദിവസം മുമ്പ് എൻ്റെ അമ്മായിയപ്പൻ രാത്രി മൂത്രം ഒഴിക്കാൻ കക്കൂസിനകത്ത് പോവില്ല, പുറത്തിറങ്ങി 1ാമത്തെ പടിയും നേരെ കാലെടുത്ത് 3ാമത്തെ പടി വെച്ച് 2ാമത്തെ പടി ചവിട്ടിയില്ല, ഒടിഞ്ഞ് കാലൊടിച്ച് 2 പൊട്ടല്. സാറേ, ഇത് മൂത്രമൊഴിക്കാൻ പോയപ്പോ വീണതല്ലല്ലോ, ഈ കയറിൽ തൂങ്ങിയ സമയത്ത് വീണതല്ലേ. ഈ താഴത്തൊന്നും പറ്റാതിരിക്കാനുള്ള ഒരു ബെഡ് ഇല്ലേ സ്പോഞ്ചിന്റെ, അതാണ് സാറേ പ്രശ്നം. അതുകൊണ്ടാ ഇപ്പൊ ഇതിങ്ങനെ പറ്റിയത്. ഇതിപ്പോ ഈ ടെസ്റ്റ് നടത്തിയപ്പോലെ സംഭവിച്ചേ. ഈ ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് PSC യാ. നിങ്ങൾ കാര്യം ചെയ്യ്, PSC ഓഫീസിൽ പോയിട്ട് PSC ഓഫീസറെ കാണുക. അവരുടെ ബെഡിൽ വീണിട്ടാണല്ല, മോശം ബെഡ് എന്നല്ലേ പറഞ്ഞു, അതിന് വീടല്ലേ കൈ ഒടിച്ചത്. അപ്പോൾ അവിടെ പോയി കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴത്തേക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവർ വല്ലതും ചെയ്തു തരാം.